നമസ്കാരം. കസ്റ്റഡി മർദ്ദന വിഷയം നിയമസഭയെ ചൂടുപിടിപ്പിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. മുഖ്യമന്ത്രി മാത്രം ഉത്തരം പറയുന്ന പതിവ് രീതി വേണ്ട. അപ്പോൾ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിൽ എന്ന പ്രതീതി ഉണ്ടാകും. പ്രമേയം അനുവദിച്ചാലോ മുന്നണി തനിക്ക് പിന്നിൽ ഒറ്റക്കെട്ട് എന്ന സന്ദേശമാകും അത്. പിണറായിയുടെ നീക്കം കണക്കുകൂട്ടി തന്നെ. പ്രതിപക്ഷവും വിട്ടുകൊടുത്തില്ല. ഏകഛത്രാധിപതി വീണതും ഒറ്റപ്പെട്ടതും ഒരിക്കൽ ഓർമ്മിപ്പിച്ച പിണറായിയുടെ അടിയന്തരാവസ്ഥ പ്രസംഗം തന്നെ പ്രതിപക്ഷം ആയുധമാക്കി. കേരള സ്റ്റാലിൻ എന്നുകൂടി സതീശൻ പറഞ്ഞതോടെ ഉന്നം പിണറായി മാത്രം എന്ന് വ്യക്തമാക്കിയുള്ള പ്രതിരോധം. വിഷയം ഒറ്റ ദിവസം കൊണ്ട് തീർക്കേണ്ട എന്ന തീരുമാനവും സതീശന്റെ ബുദ്ധി തന്നെ. അതിനായി 2 MLA-മാർ സഭാ കവാടത്തിൽ സത്യാഗ്രഹം തുടങ്ങി. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഇടിയൻ പോലീസ് എന്ന ഭീതി മാറ്റാൻ മുഖ്യമന്ത്രി കണക്ക് മാത്രം നിരത്തിയാൽ മതിയോ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. പിണറായിയുടെ സെൽ ഭരണമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും K. പ്രേംകുമാർ MLA, കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ അനിൽ അക്കര, കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ NP ചെക്കുട്ടി എന്നിവരാണ് സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ അനിൽ അക്കര, ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുവാൻ എത്രത്തോളം പ്രതിപക്ഷത്തിന് കഴിഞ്ഞുവെന്നാണ് നിങ്ങളുടെ വിലയിരുത്തൽ? ഈ 2 MLA-മാരെ അനിശ്ചിതകാല സത്യാഗ്രഹത്തിലേക്ക് പോകട്ടെ എന്ന് തീരുമാനിക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? അല്ല, ഇതിനകത്ത് നമ്മൾ ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ ആ ചർച്ച തന്നെ എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുമനസാക്ഷി കുന്നംകുളം ഉൾപ്പെടെയുള്ള കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരാണ്. ആ വികാരം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനൊരു അടിയന്തര പ്രമേയവും അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. ഇവർ കുന്നംകുളം പീച്ചി വിഷയങ്ങളൊക്കെ എത്രത്തോളം ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന KV അബ്ദുൽ ഖാദർ ഇന്നലെ നടത്തിയ ഒരു വിദ്വേഷ പ്രസംഗം എന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ അഫിഡവിറ്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ ഒരു ക്രിമിനൽ കേസ് പോലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 10-11 വർഷമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിനെതിരായി ചെറുവിരൽ പോലും അല്ലെങ്കിൽ ഒരു സമരത്തിൽ പോലും പങ്കാളിയായിട്ടില്ല എന്നാണ് നമുക്കതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഞാൻ വിഷയത്തിലേക്ക് കടന്നു പോവുകയല്ല. അപ്പോൾ അങ്ങനെ 2 വിഷയങ്ങൾ, ഒന്ന് അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തും അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ പ്രതിരോധത്തിൽ വന്നതും 2 വിഷയങ്ങൾ. അതിനേക്കാൾ ഉപരിയായി ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ പൂർണ്ണമായി കേട്ട ഒരാളാണ്. ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സുജിത്ത് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അല്ല, സുജിത്ത് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹിയല്ല, സുജിത്ത് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ഭാരവാഹിയല്ല, സുജിത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് 1993 മുതൽ 95 വരെയുള്ള കാലഘട്ടത്തിൽ അടാട്ട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ അനിലക്കരയുടെ പ്രായത്തിലുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റാണ്. ആ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ഏതാണ്ട് 1 മണിക്കൂർ നേരമുള്ള അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിലെ കാതലായ ഭാഗം ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശുചിത്വത്തിന്റെ കേസുകൾ എണ്ണി വിവരിക്കാനാണ് മുഖ്യമന്ത്രി മുൻകൈ എടുത്തത്, അല്ലെങ്കിൽ ഒരുമ്പെട്ടത്. ആ ഭാഷ പറയാം, ഒരുമ്പെട്ടത്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒരുമ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? ആ ശുചിത്തിനെ പോലും മുഖ്യമന്ത്രി ഈ ഗവൺമെന്റ് കാലയളവിൽ ഭയക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ശുചിത്തിനോടുള്ള ഭയമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പൂർണ്ണമായും കണ്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? 11 കേസുകളുണ്ട് ശുചിത്തിന് എന്നാണ് പറഞ്ഞത്. ആ കേസുകളൊന്നും പിണറായി വിജയൻ പ്രതിയായ വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതക കേസ് പോലെയുള്ള കേസുകളുടെ പ്രതിസ്ഥാനത്തുള്ള കേസുകളല്ല. SFIയുടെ രക്തസാക്ഷിയായിരുന്ന സൈതാലിയെ കൊന്ന പ്രതിപട്ടികയിലുണ്ടായിരുന്ന 13-ാം പ്രതി M. ശങ്കരനാരായണൻ പ്രതിപട്ടികയിലുണ്ടായിരുന്ന കേസ് പോലെയുള്ള കേസുകളല്ല. പിന്നെ ആ കേസുകൾ എന്തൊക്കെയാണ്? ലൈഫ് മിഷൻ ഫ്ളാറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയ AC മൊയ്തീന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ്. കരുവന്നൂർ കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ AC മൊയ്തീൻ നടത്തിയ അഴിമതികളുമായി ബന്ധപ്പെട്ട മാർച്ചാണ്. കുട്ടികളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസുകാരനെ പ്രതിയാക്കാതെ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മാർച്ചാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി കുന്നംകുളം വഴിയിലൂടെ കടന്നു പോകുമ്പോൾ യൂത്ത് കോൺഗ്രസുകാരെ കരുതൽ തടങ്കലിരിക്കുന്ന കേസാണ്. അങ്ങനെയുള്ള കേസുകളാണ് മുഴുവൻ. പിന്നെ വേറൊരു കേസ് കൂടി പറഞ്ഞു. ആ കേസ് എന്താണ്? ശുചിത്തിന്റെ സഹോദരനെ ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ വീട് കയറി വെട്ടിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കൗണ്ടർ കേസ് പോലീസ് എടുത്തു. ആ കേസിൽ ശുചിത്തിനെ പ്രതിയാക്കി. ആ കേസ് ഇന്ന് ചിത്രത്തിലേ ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്
ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ, ഞാൻ അതാണ് പറഞ്ഞത്, 30-32 വർഷങ്ങൾക്ക് മുമ്പുള്ള എന്റെ ഓർമ്മയാണ് ഞാൻ പങ്കുവച്ചത്. അപ്പൊ എന്റെ പ്രായം വേണമെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു ഘട്ടത്തിലേക്ക് ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ പോലും ഭയപ്പെടുന്നതും തന്റെ പ്രസംഗത്തിൽ പൂർണ്ണമായും കള്ളക്കേസുകൾ എടുത്തെടുത്ത് എണ്ണെണ്ണിയായി പറയുന്നതൊക്കെ കാണുമ്പോൾ ഈ മുഖ്യമന്ത്രിയെ കുറിച്ച് സഹതാപം എന്നല്ലാതെ ഒരു മിനിറ്റ് പോലും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കാൻ ഒരു യോഗ്യനായ ആളല്ല മുഖ്യമന്ത്രി എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ മുഖ്യമന്ത്രിയുടെ കേസുകളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിൽ ഇരിക്കുന്ന ചില മന്ത്രിമാരുടെ പേരിലിട്ട കേസുകൾ എന്തൊക്കെയായിരുന്നു? മുൻ മന്ത്രിയായിരുന്ന ആന്റണി രാജു ഉൾപ്പെടെ ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ മരുമകൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിലിട്ട കേസുകൾ എന്തൊക്കെയായിരുന്നു? നമ്മളൊന്ന് പരിശോധിക്കണ്ടേ? ആ കേസുകളൊക്കെ എണ്ണി പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കാൻ കഴിയൂ. അതുപോലെ തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ECIR കേസുകൾ, അതൊക്കെ ഇവർ പറയുന്നത് എന്താണ്? കോടതി അന്വേഷണം നടക്കട്ടെ, പ്രതിസ്ഥാനത്തല്ലേ, ശിക്ഷിച്ചിട്ടില്ലോ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എല്ലാം വെറുതെ വിട്ട കേസുകൾ, 11 കേസുകൾ പറഞ്ഞ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കണ്ടാൽ മുട്ടുവിറയ്ക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി എന്നതാണ് ഇന്നത്തെ അടിയന്തര പ്രമേയത്തിന്റെ ആകത്തുക. ശരി അനിൽ, വരാൻ ഞാൻ ശ്രീ കെ പ്രേംകുമാർ MLA. ഇവിടെ ഈ അനിലക്കര ഊന്നുന്നത് എന്തായാലും കേരളത്തെ നടുക്കിയ കുന്നംകുളം സംഭവത്തിൽ തന്നെയാണ്. ആദ്യം കുന്നംകുളം സംഭവം 2023 ഏപ്രിൽ 6-നാണ്. ഈ സംബന്ധിച്ച വിവരങ്ങൾ വരുന്നത് സെപ്റ്റംബർ മാസം 3-ാം തീയതി. അപ്പോൾ ഇതിൽ കേരളത്തെ നടുക്കിയ ഒരു വിഷയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണോ അതേപ്പറ്റി പറഞ്ഞു തുടങ്ങേണ്ടത്? കുന്നംകുളം, എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള സുജിത്ത്, അങ്ങനെയാണോ ഇത്ര ഭീകരമായി പോലീസിൻ്റെ കൊടിയ മർദ്ദനത്തിനിരയായ ഒരു പൊതുപ്രവർത്തകനെ മുഖ്യമന്ത്രി നിയമസഭയിൽ വിശേഷിപ്പിക്കേണ്ടത്, പരിചയപ്പെടുത്തേണ്ടത്? അതുകൊണ്ടാണ് ശ്രീ അനിലക്കര പറയുന്നത്, ഈ രൂപത്തിൽ ഇതിനെ വക്രീകരിച്ച് അവതരിപ്പിക്കുമ്പോൾ സുജിത്തിനെ ഭയക്കുന്നു. സുജിത്തിനെ എന്ന് വെച്ചാൽ വ്യക്തിപരമായി പിണറായി അദ്ദേഹത്തെ ഭയക്കുന്നു എന്നതല്ല, സുജിത്തിലൂടെ കേരളം കണ്ടത്, കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങളെ അധീരരാക്കുന്നു എന്ന് ശ്രീ പ്രേംകുമാർ. അതെ, ഇന്ന് മീഡിയ വൺ വിഷയത്തിന് കൊടുത്ത തലക്കെട്ടാണ് സെൽ ഭരണമോ എന്നാണ്. മറ്റൊന്ന്, ചർച്ചയ്ക്കിരിക്കുന്ന പാനലിലുള്ള വിവിധ അംഗങ്ങളുടെ രാഷ്ട്രീയ ആഭിമുഖ്യത്തെ സംബന്ധിച്ചാണ്. അതെല്ലാം പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് ആദ്യമേ തന്നെ വിനയപൂർവ്വം സൂചിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ കേരളത്തെ നടുക്കിയ സംഭവമെന്ന് ആങ്കർ ഇവിടെ വിശേഷിപ്പിക്കുകയാണ്. കേരളത്തെ നടുക്കിയ ഒട്ടേറെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ നടുക്കം എത്രമാത്രം ഉണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളത് കോൺഗ്രസ്സിന് തന്നെ ബോധ്യമായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം 2023 വിഷയത്തിൽ അതിനുശേഷം നിരവധി നിയമസഭാ സമ്മേളനങ്ങൾ ചേർന്നിട്ടും ഒരൊറ്റ സബ്മിഷനോ ഒരടിയന്തര പ്രമേയമോ ഇതുപോലെ ഒരു വിഷയത്തിൽ അവതരിപ്പിക്കാൻ ഒരു നടുക്കവും യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഉണ്ടായില്ല എന്നത് നാം കാണേണ്ടതുണ്ട്. ഏതെല്ലാം വിഷയങ്ങളിലാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്? എത്ര അടിയന്തര പ്രമേയം കേരളത്തിലെ 2ാം പിണറായി സർക്കാർ അനുവദിച്ചു? എന്ത് സമീപനമായിരുന്നു കോൺഗ്രസിൻ്റേത്? ഞാൻ പറയുന്നത് ഒരു വിഷയത്തെ നിസ്സാരമായി കാണാനല്ല, നടുക്കത്തെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അങ്ങ് ഇന്ന് ഈ ചർച്ച നടക്കുമ്പോൾ സഭയിൽ ഉണ്ടായിരുന്നയാളാണ്. ഒരു സെക്കൻഡ് അങ്ങേ തടസ്സപ്പെടുത്തുകയല്ല. അങ്ങ് ഈ ചർച്ച നടക്കുമ്പോൾ സഭയിൽ ഉണ്ടായിരുന്നയാളാണ്. ഈ വിഷയം സേവ്യർ ചിറ്റിലപ്പള്ളി ഉന്നയിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് അതിന് മറുപടിയും പറഞ്ഞിട്ടുള്ളതാണ്. RTA ആക്ടിന്റെ പവർ കൊണ്ടാണ് ഇന്നിത് പുറത്തു വന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴും ഇത് പുറത്തു വരില്ല. ഇപ്പോഴും നമ്മളാരും ഇത് വിശ്വസിക്കില്ല. എന്തൊരു ക്രൂരമായ മർദ്ദനം! അത് കേട്ടിട്ട് അത് നിയമസഭയിൽ കൊണ്ടുവരേണ്ടേ? അതിനു മുൻപ് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. മർദ്ദനമേറ്റു എന്ന് പറഞ്ഞു. ആരെങ്കിലും വിചാരിക്കുമോ ഒരു നിസാരമായ കേസിൽ ഇത്രയും ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങുമെന്ന്? അതറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. കാരണം CCTV ഫുട്ടേജ് പുറത്തു കൊടുക്കാതെ പിടിച്ചു വെച്ചത് പോലീസാണ്. ഇതിൽ കൃത്യമായ മറുപടിയില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ഈ അക്കമിട്ട് നിരത്തിയ സഭാ സമ്മേളനങ്ങളിൽ ഈ വിഷയം വന്നില്ല എന്നതിന്? കഴിഞ്ഞോ എന്നാ ഞാൻ പറയാം. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വക്കാലത്തെടുക്കേണ്ട കാര്യമൊന്നും ആർക്കുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ പ്രതിപക്ഷം തെളിവുകൾ നിരത്തി CCTV ഫുട്ടേജ് വെച്ചിട്ടാണോ കേരളത്തിൽ അടിയന്തര പ്രമേയം സബ്മിഷനൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്? ഏത് വിഷയത്തിലാണ് സബ്മിഷൻ അനുവദിച്ചിട്ടുള്ളത്? ഏതൊക്കെ വിഷയത്തിലാണ് കോടതി പോയിട്ടുള്ളത്? ഇവിടെ ആളുകൾക്ക് കോവിഡ് കാലത്ത് കിറ്റ് കൊടുക്കുന്നത് മുടക്കണമെന്ന് പറഞ്ഞിട്ട് കോടതി പോയവരാ. ഏതെല്ലാം വിഷയത്തിൽ കോടതി പോയെന്ന്? പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് ഒരു പരാതി കൊടുത്തോ? ഒരു സംവിധാനമല്ലേ അത്?
ഞാൻ പറയുന്നത് ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ചെയ്തിയെ ന്യായീകരിക്കാനല്ല. കോൺഗ്രസ് എത്രമാത്രം നടുക്കത്തോടെയാണ് താങ്കൾ പറഞ്ഞ ഈ വിഷയത്തെ അവർ കൈകാര്യം ചെയ്യുന്നതെന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് മാത്രമാണോ മാർഗം? തെളിവുകൾ CCTV ഫുട്ടേജ് കിട്ടിയാൽ മാത്രമേ പോലീസിനെതിരെ കോൺഗ്രസ് സമരം എടുക്കുകയുള്ളൂ, പ്രക്ഷോഭം എടുക്കുകയുള്ളൂ? കഴിഞ്ഞ 9 കൊല്ലത്തെ ചരിത്രം നമുക്ക് നോക്കാം. അത് നമുക്ക് വേറൊരു ഡിബേറ്റ് വയ്ക്കാം. കോൺഗ്രസിന് തെളിവ് വേണോ? കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ബോധ്യമുള്ളൊരു കാര്യം, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം, ആ വിഷയം അത്രമാത്രം നടുക്കമുണ്ടാക്കുന്നതല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, കോൺഗ്രസിന് പോലും. അതേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എങ്ങനെ പറയണമായിരുന്നു എന്നാണ് അങ്ങ് ചോദിച്ചത്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇദ്ദേഹം 11 കേസുകളിൽ പ്രതിയാണെന്ന വിവരം എങ്ങനെ അറിയും പൊതുസമൂഹത്തിന്? എന്താ അത് പറയുന്നതിൽ തെറ്റ്? ആ കേസുകൾ ഇല്ലാത്ത കേസൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പ്രതിയായ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ, അദ്ദേഹം പോലീസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് മർദ്ദനമേൽക്കുന്നൊരു സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതല്ലേ, അതല്ലേ കേരളത്തിൽ നമ്മൾ കാണേണ്ട, നാം കൃത്യമായി വിലയിരുത്തേണ്ട ഒരു കാര്യം. ഇടതുപക്ഷവും UDFും കേരളത്തിൽ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് വിവിധ വിഷയങ്ങളിൽ ഉയർന്നു വരുന്ന ഇവിടിപ്പോ അങ്ങ് പറയുകയുണ്ടായി 11 കേസുകൾ എന്നത് രഹസ്യമായി വെക്കേണ്ടതാണോ എന്ന്. ഒരു സംശയവും വേണ്ട, 11 കേസുകൾ എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷെ അവിടെയാണ് അനിലക്കര ചോദിക്കുന്നത്, അങ്ങടക്കം പൊതുപ്രവർത്തനം നടത്തുമ്പോൾ കേസുകളിൽ പ്രതിയാകുന്നുണ്ടല്ലോ, അത് ഒരാളെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ് എന്ന വ്യംഗ്യത്തോടെ എന്തിന് അവതരിപ്പിക്കണം? ഇനി അതുകൂടാതെ എങ്ങനെയാണ് ആ വാചകം തുടങ്ങുന്നതെന്ന് നോക്കൂ. കുന്നംകുളം, എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു ക്രിമിനലിനെ പോലെയാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണോ സുജിത്ത്? അങ്ങനെയെങ്കിൽ ഇപ്പോൾ അനിലക്കര പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലുള്ള എത്രയോ പേരെ പറ്റി ഇങ്ങനെ അവതരിപ്പിക്കേണ്ടി വരും. അല്ല, വിവിധ കേസുകളിൽ പ്രതിയായ ആളെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയുന്നവർ എന്താ തെറ്റ്? അതിലെ വ്യംഗ്യമാണ് പറഞ്ഞത്. ഇത്രയും കേസുകളിൽ പ്രതിയായിട്ടുള്ള, അതാണ് പറയുന്നത് ശ്രീ പ്രേംകുമാർ. ക്രിമിനൽ എന്ന സ്വഭാവത്തിലാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇനി ഈ പറയുന്ന കുന്നംകുളത്ത് ഇത്ര ഭീകരമായ പേർവാഴ്ച, അങ്ങൊന്ന് കേൾക്കൂ. ഇവിടെ ഈ പറയുന്ന കുന്നംകുളത്തെ സംഭവത്തിന്റെ കാരണമായി പറയുന്നത് ഈ പോലീസിനെ പ്രകോപിപ്പിച്ചു, അവരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി, അവരെ മർദ്ദിച്ചു, കയ്യേറ്റം ചെയ്തു എന്നൊക്കെയാണല്ലോ. ഈ വിഷയത്തിൽ റോജി M. ജോൺ സംസാരിച്ചതിന് ശേഷം പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യം സംസാരിച്ച സേവ്യർ ചിറ്റിലപ്പള്ളി പോലും ഈ സംഭവത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന 2 വാചകങ്ങൾ ഞാൻ പറയാം. DYFI മേഖലാ സെക്രട്ടറിയെ പിടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന വിഷയമാണല്ലോ. അതിൽ സേവ്യർ ചിറ്റിലപ്പള്ളി പറയുകയാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തള്ളിയിട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വാച്ച് തകർന്നിട്ടുണ്ട്. ഇതാണോ ഈ VS സുജിത്ത് അഴിച്ചുവിട്ട കൊടിയ മർദ്ദനം പോലീസിന്റെ നേർക്ക് ശ്രീ പ്രേംകുമാർ? ഞാൻ പറയുന്നതേ, സുജിത്തിന് നേർക്ക് ഇദ്ദേഹം നടത്തിയിട്ടുള്ള പോലീസിന് നേരെ സുജിത്ത് നടത്തിയിട്ടുള്ള ആക്രമണത്തെ സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞ ഒരു കാര്യം. താങ്കളൊന്ന് മനസ്സിലാക്കൂ, ഒന്ന് ക്ഷമയോടെ കേൾക്കൂ. 2 തവണ താങ്കൾ ഇൻറ്ററപ്റ്റ് ചെയ്തു. ഇനിയും താങ്കൾക്ക് ഇടപെടാം, താങ്കളുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ നിങ്ങൾ വിളിച്ച ചർച്ചയ്ക്ക് വന്നതാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്നെ ഒന്ന് പറഞ്ഞ് മുഴുവനാക്കാൻ അനുവദിക്കൂ. ഞാൻ ഒരാൾ പറഞ്ഞതിന് ഞാൻ എൻ്റെ ഭാഗം, എൻ്റെ പാർട്ടി എന്ന നിലയിൽ എന്നെ ചുമതലപ്പെടുത്തിയ എൻ്റെ ബോധ്യമുള്ള ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനിത് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ആരാണ്? അങ്ങനെ കൈകാര്യം ചെയ്ത സന്ദർഭത്തിൽ പോലീസിനെതിരെ പോലീസ് ചെയ്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കുമെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ആരാണ്? ആ ഗവൺമെൻറ്റുകൾ ഏതാണ്? ഉയർന്നു വരുന്ന വിഷയത്തിൽ പോലീസ് ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് പിണറായി സർക്കാരിനില്ല. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് ചർച്ച അവസാനിപ്പിക്കണം എന്നുള്ള ധാരണയിലാണ് അങ്ങ് ഇടപെടുന്നെങ്കിൽ ഞാൻ പറയാം. ഇതാണ് അതിന്റെ രത്ന ചുരുക്കം. പോലീസ് ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ ആ ഇടപെടുന്ന വിഷയത്തിൽ പോലീസ് ചെയ്ത എന്ത് തെറ്റിനെയും ന്യായീകരിക്കുന്ന ഒരു സമീപനം കേരളത്തിലെ ഗവൺമെന്റിനില്ല. അതുകൊണ്ട് തന്നെ ശ്രീ പ്രേംകുമാർ, അത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. അത് വിടുകയല്ല ഞാൻ, അത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. പക്ഷെ ഇവിടെ ഈ പറയുന്ന കുന്നംകുളത്ത് വെച്ചിട്ട് നടന്ന ഈ കൊടിയ മർദ്ദനം, അതിന് കാരണമായി നിങ്ങൾ തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞ മഹാകാര്യങ്ങൾ 2 ഞാൻ അങ്ങേ വായിച്ചു കേൾപ്പിച്ചു. ഒരു പോലീസുകാരനെ പിടിച്ച് തള്ളിയെന്ന്, അയാളുടെ വാച്ച് തകർന്നുവെന്ന്. ഇതാണോ ഈ VS സുജിത്തിനെ ഇങ്ങനെ മാറി മാറി 5 പേർക്ക് ഭേദ്യം ചെയ്യാനുള്ള ന്യായമായ കാരണം?
ഞാൻ പറഞ്ഞത് ആ വിഷയത്തിൽ എന്ത് നിലപാടാ ഗവൺമെന്റ് സ്വീകരിച്ചത്? 2 കൊല്ലം മുമ്പുണ്ടായ വിഷയത്തിൽ സംഭവം അറിഞ്ഞ ഉടനെ, ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരെ സസ്പെൻഡ് ചെയ്തു. ഇവിടെ ആളുകളെ ഉരുട്ടിക്കൊന്ന സമയം ഉണ്ടായിട്ടില്ലേ? കക്കയം ക്യാമ്പിൽ വെച്ചിട്ട് RECയിലെ വിദ്യാർത്ഥി രാജിനെ ഉരുട്ടിക്കൊന്നില്ലേ? എന്തു ചെയ്തു? നടുക്കം ഉണ്ടായിട്ടില്ലേ? ഏതെല്ലാം തരത്തിൽ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏതെല്ലാം നിലയിൽ ആക്രമിച്ചത്? MLA ആയിരിക്കെ എന്ത് നിലപാടാണ് അന്നത്തെ പോലീസ്, അന്നത്തെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി പോലീസിന് നേരെ സ്വീകരിച്ചത്? MLAയെ തല്ലിയ കേസിൽ, MLAയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അന്ന് എന്ത് നിലപാട് സ്വീകരിച്ചു? എന്ത് നടപടി സ്വീകരിച്ചു? പുറത്താക്കിയോ അവരെ സർവീസ് ഒന്ന് പുറത്താക്കാൻ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കോൺഗ്രസ് നേതൃത്വം കൊടുത്തോ? അതിനുശേഷം എത്രയെത്ര സംഭവങ്ങൾ. ശരി, ഞാനവിടെ നിങ്ങളിവിടെ ഇപ്പോൾ സേവ്യർ ചിറ്റിലപ്പള്ളി പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. അത് മാത്രമൊന്നുമല്ല, ഇവിടെ കേരളത്തിന്റെ ഇന്നത്തെ മന്ത്രിസഭയിൽ UDF ഏറ്റതിൻ്റെ 1000 മടങ്ങ് പോലീസ് മർദ്ദനമേറ്റവരാണ് ഇന്ന് ഭരണപക്ഷത്തുള്ള MLAമാരും മന്ത്രിമാരും. അത് അങ്ങേക്കും കൃത്യമായി ബോധ്യമുള്ളതാണെന്ന് ഞാൻ കരുതുകയാണ്. അല്ലെങ്കിൽ ഞാനത് കൃത്യമായിട്ട് വിശദീകരിക്കണമെങ്കിൽ വിശദീകരിക്കാം. അതിലൊന്നും ഒരു സംശയവുമില്ല. ആ നിലയിലുള്ള നേരിട്ടിട്ട് സന്ദർഭങ്ങളിലൊന്നും പോലീസിനെതിരെ ഒരു പെറ്റി കേസ് എടുത്തിട്ടില്ല. പോലീസിനെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഒരു സസ്പെൻഷൻ പോലീസിന് ഇത്തരത്തിൽ പൊതുപ്രവർത്തകരെ, രാഷ്ട്രീയ നേതാക്കളെ ആക്രമിച്ച പോലീസിനെതിരായി ഒരു സസ്പെൻഷൻ പോയിട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ കോൺഗ്രസിന്റെ കാലത്ത്? തർക്കിക്കുന്ന വിഷയമല്ല ഇത് ഇവിടെ. പക്ഷേ 100 പേരെ മർദ്ദിച്ച ഒരു പിൻചരിത്രമുണ്ട്. അതുകൊണ്ട് ഇപ്പോ ഒരാളെ മർദ്ദിച്ചിരിക്കുന്നു എന്നത് അതുമായി താരതമ്യം ചെയ്യണം എന്ന് പറയുന്നത് ആധുനിക ജനാധിപത്യ സമൂഹത്തിന് ചേരുന്ന താരതമ്യമല്ല. അത് പൊതുവൽക്കരിക്കലാണ്. ഇപ്പോഴത്തെ കാര്യത്തെ ലഘൂകരിക്കലാകുന്നു എന്നതാണ് അതിലെ ഏറ്റവും ആപൽക്കരമായ ഫലം. അതുകൊണ്ട് ആ ഭാഗത്തേക്കല്ല പോകേണ്ടത്. ശ്രീ പ്രേംകുമാർ, ഞാൻ അങ്ങയിലേക്ക് വരാം. അപ്പോഴും ശ്രീ പ്രേംകുമാർ ചൂണ്ടിക്കാട്ടി ഞാൻ വരാം. ശ്രീ അനിലക്കര, ഇവിടെ ശ്രീ പ്രേംകുമാർ MLA പറഞ്ഞ 2 കാര്യങ്ങൾക്ക് അങ്ങ് മറുപടി പറയണം. അതിനുശേഷം എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം. ഒന്ന്, സേവ്യർ ചിറ്റിലപ്പള്ളി തുടങ്ങിയത് തന്നെ എങ്ങനെയായിരുന്നു എന്ന് അങ്ങേക്കറിയാമല്ലോ. അങ്ങ് നിയമസഭാ സമ്മേളനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 2023 ഓഗസ്റ്റ് 7 മുതൽ സഭയുടെ 9ാം സമ്മേളനം എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അങ്ങനെ 2025 ജനുവരി 17 മുതലുള്ള 13ാം സമ്മേളനം വരെയുള്ള കണക്കുകൾ അദ്ദേഹം നിരത്തിയിട്ടാണ് പറയുന്നത് 2.5 വർഷം കഴിഞ്ഞ് ഈ വിഷയം നിങ്ങൾ ഉന്നയിക്കുന്നുവെന്ന്. അത് എന്തുകൊണ്ട്? കടകംപള്ളി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ ഗൗരവം അത്രയ്ക്ക് ചുരുക്കി കണ്ടിട്ടുള്ളൂ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണോ ഇത്? ഒന്നാമത്തെ ശ്രീ പ്രേംകുമാറിന്റെ ചോദ്യത്തിനുള്ള മറുപടി. അതായത് 2003 ഏപ്രിൽ 6-ാം തീയതി മുതൽ ആ സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയ രാത്രി ഞാൻ അതുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ ഇടപെട്ട ഒരാളാണ്. പിറ്റേ ദിവസം രാവിലെ ആശുപത്രിയിൽ പോയ ഒരാളാണ്. ആ കേസ് നടത്തിയ PK ശ്യാംകുമാർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് വർഗീസ് ചൊവ്വന്നൂരും നിതീഷ് കുമാറും പ്രസാദും ഒക്കെ നടത്തിയ ഓരോ ഘട്ടങ്ങൾ അതൊക്കെ ഞാൻ നേരിട്ട് പങ്കാളികളായതും ബന്ധപ്പെട്ടതുമായ വിഷയങ്ങളാണ്. അപ്പം ഞങ്ങൾ ഈ വിഷയത്തിൽ ആദ്യം നടത്തിയ വിഷയം എന്താണ്? ഞങ്ങൾ ഈ വിഷയത്തിൽ ആദ്യം ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട ഇന്നത്തെ അന്തരീക്ഷമായിരുന്നില്ല വേണോ അതിനകത്തുണ്ടായിരുന്നു. അന്ന് പിറ്റേ ദിവസം ഏപ്രിൽ 6-ാം തീയതി 7-ാം തീയതി ഇറങ്ങിയ പത്രങ്ങൾ, ആ പത്രങ്ങൾ മുഴുവൻ എന്താണ്? മദ്യപിച്ച് വഴക്കുണ്ടാക്കിയ ഒരു യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞുള്ള വാർത്തയാണ് അന്ന് രാവിലത്തെ പത്രങ്ങൾ മുഴുവൻ വരുന്നത്. ഞാൻ വായിക്കുന്ന പത്രങ്ങളാണെങ്കിലും ചാനലുകളാണെങ്കിലും ഒക്കെ എല്ലാ ചാനലുകളും മദ്യപിച്ച് പോലീസിനെ ആക്രമിച്ച യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞ വാർത്തയാണ് വരുന്നത്. അതിനുശേഷമാണ് സുഹിത്തിനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നത്. ആ ഹാജരാക്കാൻ കൊണ്ടുപോയതിനു ശേഷം പിന്നെ ഞങ്ങൾ അത് മെഡിക്കൽ കോളേജിലേക്ക് പോയതും മറ്റു തുടങ്ങിയ വിഷയങ്ങളൊക്കെ അത് മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ജാമ്യം കൊടുത്ത് വിടുന്നൊരു സാഹചര്യം ഉണ്ടായി. അന്ന് തുടങ്ങിയ ഞങ്ങൾ നടത്തിയ നിയമപരമായ പോരാട്ടങ്ങൾ, ഞങ്ങൾ നടത്തിയ രാഷ്ട്രീയപരമായ പോരാട്ടങ്ങൾ, കുന്നംകുളം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. എൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഞാനാണ് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. AM നിതീഷ് എന്ന അന്നത്തെ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റാണ് തിരുവനന്തപുരത്ത് ഷാഫിയെ കണ്ട് അന്ന് മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല, ഞങ്ങൾ നേരിട്ട് അവിടെ പരാതി കൊടുക്കുന്നു. അപ്പോഴും എന്നോട് ഞാൻ സുജിത്തിനെ പോയി കാണുമ്പോൾ എനിക്ക് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് എപ്പോൾ? മുഖ്യമന്ത്രിക്ക് നിതീഷ് കുമാർ
ഷാഫിയും കൂടി പോയിട്ടാണ്. നേരിട്ട് എപ്പോൾ? കൊടുക്കാൻ കഴിഞ്ഞില്ല, മുഖ്യമന്ത്രി എപ്പോൾ? ഓഫീസിൽ കൊടുത്താണ് നിതീഷ് പോയത്. എപ്പോൾ? ആ അടി നടന്ന ഏതാണ്ട് 1-2 ആഴ്ചക്കകത്ത് നേരിട്ട് തിരുവനന്തപുരത്ത് പോയി നിതീഷല്ലേ പരാതി 2023 കൊടുത്തത്. ഏപ്രിൽ മാസത്തിൽ എനിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏപ്രിലോ മെയ് മാസത്തിലോ നേരിട്ട് പോയിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നിതീഷാണ് കൊടുത്തത്. ഞാൻ അറിഞ്ഞൊരു കാര്യം വസ്തുതാവിരുദ്ധമാണെങ്കിൽ അന്തരീക്ഷത്തിൽ പ്രചരിക്കുന്നതുമാണ്, അങ്ങേക്കും അത് അറിയുന്നതുമായിരിക്കും. അതൊക്കെ മുന്നവെച്ചുകൊണ്ട് പ്രേംകുമാർ സൂചിപ്പിക്കുന്നതിൽ ഉണ്ട് താനും, സേവർ ചിറ്റലപ്പള്ളി സൂചിപ്പിക്കുന്നതിലൊക്കെ ഉണ്ട് താനും. ഷാഫിയോടക്കം ഇത് സഭയിൽ ഉന്നയിക്കാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്കതിന്റെ ഗൗരവം മനസ്സിലായില്ല. നിങ്ങൾക്കെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ശ്രീ അനിലക്കരയ്ക്കല്ല, ശ്രീ ഷാഫിക്കടക്കം അതിന്റെ ഗൗരവം ആ ഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നത് ശരിയാണോ? അല്ല, ഷാഫി കൂടെ ഉൾപ്പെട്ടുകൊണ്ടാണ്, ഷാഫിയെ കണ്ടിട്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ സഭയിൽ ഉന്നയിക്കുന്നതിന്റെ കാര്യമാണ് ചോദിച്ചത്. അതാണ് കടകംപള്ളി ചോദിച്ചത്. ഒരു സബ്മിഷനായെങ്കിലും ഉന്നയിച്ചുകൂടായിരുന്നോ? പറയട്ടെ, അല്ല ഞാനൊന്ന് പറയട്ടെ. ഈ കേസിൽ ഇടപെട്ട വർഗീസിനോ എനിക്കോ ഇതിന്റെ ഒരു ഗൗരവം എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണോ ഷാഫിക്ക് മനസ്സിലാവേണ്ട കാര്യം? ഞാൻ നിയമസഭാംഗമായിരുന്ന ഒരാളല്ലേ, എനിക്ക് കോൺഗ്രസിന്റെ പിന്നെ പോലീസിന്റെ മർദ്ദനം കിട്ടിയ ഒരാളല്ലേ. എനിക്ക് സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല, വർഗീസിന് മനസ്സിലായില്ല. ഞങ്ങൾ സുധീഷിനെ ഒരാൾ അയാളുടെ കർണപടം പൊട്ടിച്ചു പോലീസ് മർദ്ദനത്തിൽ, എനിക്ക് ചെവിയേൽക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ ആഘാതം അങ്ങേക്ക് മനസ്സിലായില്ലെന്ന് വെച്ചാൽ? ഞാനൊന്ന് പറയട്ടെ, ഞാൻ അതല്ല പറഞ്ഞു വന്നത്. നമ്മള് ശുചിത്വന്റെ ചെവിട്ടത്ത് അടി കിട്ടി എന്ന ധാരണയിൽ ആണ് ഞങ്ങളിരുന്നത്. പിന്നീടാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട പരാതി കൊടുത്ത്, പരാതിയുമായി ഞങ്ങൾ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞങ്ങൾ പോലീസിൽ ഞങ്ങൾക്ക് ആദ്യത്തെ ഘട്ടം വേണൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ ആദ്യത്തെ 1-2 ആഴ്ച ഞങ്ങൾ പ്രതിസ്ഥാനത്താണ്. എന്താണ് കാരണം? ഞങ്ങൾക്ക് ഈ ന്യായം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ലായിരുന്നു. ഒന്ന്, ഞാൻ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, നിസ്സാരമായ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ലായിരുന്നു. അറിയാലോ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ നടത്തിയ നുണപ്രചരണവുമായി ബന്ധപ്പെട്ട്. കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിനെ എനിക്ക് ഏറ്റവും സ്വാധീനമുണ്ടായിരുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഞാൻ പഴയ കുന്നംകുളത്തുകാരനാണ്. അപ്പൊ അന്നുണ്ടായിരുന്ന വിഷയം, ഞങ്ങൾ മദ്യപിച്ച് വഴക്കുണ്ടാക്കി പോലീസിനെ മർദ്ദിച്ചു എന്നുള്ള വ്യാജമായ കേസെടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് ഈ അടിയന്തര പ്രമേയോ അല്ലെങ്കിൽ സബ്മിഷനുമായിട്ട് ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത്? ഞങ്ങളുടെ ആദ്യത്തെ കടമ്പ എന്നുള്ളത് ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കലായിരുന്നു. ആ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാണ് മെഡിക്കൽ കോളേജിലും മലങ്കര ആശുപത്രിയിലും ഒക്കെ കിടന്ന് ഞങ്ങൾ പിന്നെ സൂപ്രണ്ടിനെ കൊണ്ട് അവിടെ കോടതിയിൽ സാക്ഷിമൊഴി കൊടുത്ത സാഹചര്യം ഉണ്ടായി. ഇത് നിങ്ങളുടെ മാത്രം പരാധീനതയല്ല. ഒരു CPM-ന്റെ ഒരു പ്രവർത്തകനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെകിട്ടത്തടിക്കുമ്പോൾ ഏരിയ സെക്രട്ടറി ചെന്നിട്ട് അയാളെയും കൊണ്ട് പോവുകയാണ്. എന്നിട്ട് പോലീസിനോട് പറയാണ് കേസെടുക്കേണ്ടതില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിരപരാധിത്വം തെളിയിക്കാനുള്ള പരിശ്രമത്തിൻ്റെ പരിമിതികൾ, ഇപ്പുറത്താണെങ്കിൽ സർക്കാരിൻ്റെ വക തന്നെ സർക്കാർ വിലാസ മർദ്ദനത്തിന് തന്നെ വിധേയമാകേണ്ടി വരുന്ന പാർട്ടി പ്രവർത്തകരുടെ നിസ്സഹായത, ഇത് രണ്ടും ഈ വിഷയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേരളത്തിൽ. അതുകൊണ്ടാണ് രാഷ്ട്രീയാതീതമായൊരു പ്രതികരണം മുഖ്യമന്ത്രി നൽകാൻ ബാധ്യസ്ഥനായിരുന്നത്. എന്നാൽ സെപ്റ്റംബർ 3 ഈ വിഷയം വന്നതിന് ശേഷം ഇന്ന് നിയമസഭയുടെ എല്ലാ പരിരക്ഷയിലും നിന്നുകൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചത്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. മാധ്യമങ്ങളെ ഇന്ന് അദ്ദേഹം വല്ലാതെ പരിഹസിക്കുന്നത് കണ്ടു. മാധ്യമങ്ങളുടെ നെക്സസ് ഉണ്ട്, പർവ്വതീകരിച്ചു, അങ്ങനെ ഈ വിഷയം ഇപ്പോൾ പ്രതിപക്ഷം കൊണ്ടുവരുന്നു, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ പോയി നിന്ന് ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത് അങ്ങനെ പൊതുസമൂഹത്തോട് തന്നെ ഈ വിഷയത്തിൽ വിശദീകരണം നൽകേണ്ട വ്യക്തിയായിരുന്നു. ഇന്നിപ്പോൾ ഈ ഭരണപക്ഷത്തിൻ്റെ മുഴുവൻ ഹുങ്കോടെയും പിന്തുണയോടെയും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതിയും നൽകി ഭൂരിപക്ഷം സമയം അവരുടെ തന്നെ അപഹരിച്ചുകൊണ്ട് ഈ പറയുന്ന കണക്കുകൾ നിരത്തി മാത്രമുള്ള ഒരു സാങ്കേതിക ന്യായവാദവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ രണ്ടുപേരിലേക്കും വരാം. ശ്രീ NP ചെക്കുട്ടി, ഇവിടെ CPM-ന്റെ എല്ലാ വാദത്തിൻ്റെയും ആധാരശില 144 പേരെ പുറത്താക്കി. 2016 മെയ്യിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 2024 ഒക്ടോബർ വരെയുള്ള കണക്കാണ്. 144 പേരെ പുറത്താക്കി. പിന്നെയും അത് നീണ്ടു. അങ്ങനെ മൊത്തത്തിൽ 144 പേരെയാണ് ആദ്യം ഈ പറയുന്ന മൊത്തത്തിൽ ഈ 9 വർഷം കൊണ്ട് 144 പേരെ പുറത്താക്കി. 729ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. 329 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഇവരുടെ കണക്ക്. ഇത് വെച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രി. ഏതെങ്കിലും UDF കാലത്ത് 40-ലധികം വർഷം കേരളത്തിൽ ഭരിച്ചിരുന്നത് അവരാണല്ലോ. 29 കൊല്ലമല്ലേ കഷ്ടി ഞങ്ങൾ ഭരിച്ചിട്ടുള്ളൂ. ഈ കാലത്ത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അധ്യായം നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടോ എന്ന് ഈ താരതമ്യത്തിലൂടെ ഈ കുന്നംകുളം ബീച്ച് സംഭവങ്ങൾക്കൊക്കെ മറുപടിയായോ ശ്രീ ചെക്കുട്ടി? അല്ല, ഒന്നാമത്തെ കാര്യം, അങ്ങനെയല്ല ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്. ഞങ്ങൾ ഇത്ര പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു, ഞങ്ങൾ ഇത്ര പേർക്ക് നടപടിയെടുത്തു, ഇതല്ലല്ലോ വിഷയം.
കഴിഞ്ഞ 9 കൊല്ലമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ് ഭരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ടൊരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പോലീസിനെ കുറിച്ച് അവർക്ക് കാഴ്ചപ്പാടാണ്. അതൊരു വേട്ടപ്പട്ടിയാണ്, ഭരണകൂടത്തിൻ്റെ വേട്ടപ്പട്ടിയാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന പെശകുകൾ, ആ പെശകുകളെ ന്യായീകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോയതാണ് ഇവിടെ പ്രശ്നം. കാരണം അവിടെ സംഭവിക്കുന്നത് എന്താണ്? പോലീസിൻ്റെ ഈ അരാജകത്വം, പോലീസിൻ്റെ ഈ ജനവിരുദ്ധ സ്വഭാവം, പോലീസിൻ്റെ ഈ മർദ്ദക സ്വഭാവം, അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അതിൻ്റെ ആവശ്യം അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 2 വർഷം മുമ്പ് ഉണ്ടായിരിക്കുന്ന പോലീസ് മർദ്ദനത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ അതിന് വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയാണ്. ആ വിശദാംശങ്ങൾ എന്തുകൊണ്ട് കിട്ടി? കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇപ്പോൾ അദ്ദേഹം 40 കൊല്ലത്തിന് 50 കൊല്ലത്തിനെ പറയുന്നുണ്ടല്ലോ. എന്നാണ് RTI എന്ന് പറയുന്ന ഒരു നിയമം വന്നിരിക്കുന്നത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് ആരായി രാജ്യത്ത് കൊണ്ടുവന്നത്? പിണറായി വിജയൻ കൊണ്ടുവന്നതാണോ? ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്താണ് ഈ RTI ആക്ട് വരുന്നത്. ആ RTI ആക്റ്റാണ് ഇന്ത്യയിലെ പൗരന്മാരെ എംപവർ ചെയ്തത്. ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള സർക്കാർ അതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന് 2009 ഇറങ്ങി പോവുകയും ചെയ്തില്ലേ? അതിനുശേഷമല്ലേ BJP വന്നത്? ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോയിരിക്കുക, അത്തരം രാഷ്ട്രീയ കാര്യങ്ങളിൽ പോയിരിക്കുക എന്നുള്ളത്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ കൊണ്ടുവന്ന ഈ ശക്തമായിട്ടുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് ഈ ഭരണകൂട ഭീകരതയിൽ പോരാടുന്നത്. അപ്പം അതുകൊണ്ട് 2 കൊല്ലം അവർക്ക് എടുക്കേണ്ടി വന്നു. ആ 2 കൊല്ലത്തെ ദീർഘമായിട്ടുള്ള പോരാട്ടത്തിന് ശേഷമാണ് ഈ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ അവർക്ക് പറ്റുന്നത്. അല്ലെങ്കിൽ പോലീസുകാരൻ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉടനടി അവനെ കള്ളനും കൊള്ളക്കാരനും മഹാഭീകരനും, അത് കൊളോണിയൽ കാലം മുതലൊരു രീതിയാണ്. അതിൻ്റെ ഇരകളായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ, അതിൻ്റെ ഇരകളായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ. ഈ കാര്യത്തിൽ കുറേ കൂടി നീതിപൂർവമായിട്ടുള്ള, കുറേ കൂടി ജനാധിപത്യപരമായിട്ടൊരു സമീപനം എടുക്കേണ്ടതായിരുന്നു. അല്ലാണ്ട് വെറും സാങ്കേതികമായിട്ട് ഇയാൾ ആ പോലീസ് സ്റ്റേഷനിൽ 10 കേസിൽ പ്രതിയാണ്, അല്ലെങ്കിൽ 15 കേസിൽ പ്രതിയാണ്, മഹാകള്ളനും കൊള്ളക്കാരനുമാണ്, മദ്യപാനിയാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ന്യായമില്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ തെറ്റ് പറ്റിയ പോലീസുകാർക്ക് ഞങ്ങൾ നടപടിയെടുക്കുന്നു എന്ന് പറയുന്നതിന് ഇത്തരത്തിലുള്ള എന്താ പറയുക മുട്ടുന്യായങ്ങളുണ്ടല്ലോ. ഈ മുട്ടുന്യായങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ചെലവാകുകയില്ല. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനില്ല എന്നത് മാത്രമാണ് ഇതിന് പ്രശ്നം. തെറ്റ് പറ്റിയിട്ടുണ്ട്, തങ്ങളുടെ ഭാഗത്ത് പെശകൾ പറ്റിയിട്ടുണ്ട്. ആ പെശകൾ അന്തസ്സായിട്ട് തിരുത്തുന്നതിന് പകരം ഈ പോലീസുകാരൻ ന്യായീകരിക്കേണ്ട, വല്ല പോലീസ് സ്റ്റേഷൻ എഴുതി കൊടുത്തിരിക്കുന്ന റെക്കോർഡുകൾ വായിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി എത്തിയെന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മലയാളികൾ, ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ശരി, ശ്രീ എൻ ശ്രീകുമാർ, 2016 മുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിലെ സമയത്തിൻ്റെ ഒരു പിശകുണ്ട്, 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെ പിരിച്ചുവിട്ടു. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ പിരിച്ചുവിട്ടു. അങ്ങനെ ആകെ 144 പോലീസുകാരെ വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സാർ, നിങ്ങളുടെ കാര്യം വിട്ടുകള, മുഖ്യമന്ത്രിയുടെ വെർബാറ്റമാണ് പറയുന്നത് പ്രതിപക്ഷത്തേക്ക് നോക്കിയിട്ട്. രാജ്യത്തെ മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയുമോ? ഇങ്ങനെ കാതലായൊരു ചോദ്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ന് പല തന്ത്രങ്ങളും പയറ്റി വിജയകരമായി, അതിനകത്തൊന്നും സംശയമില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിലായില്ലേ? കാരണം അദ്ദേഹം ഉടനെ തന്നെ മുൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോട് ചോദിക്കുകയാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അത് ഒട്ടും ഗുണകരമല്ലാത്ത ഒരു പ്രതിരോധ രീതിയായി പോയില്ലേ? ഈ മറുപടി ഇല്ലായ്മ പ്രതിപക്ഷത്തിൻ്റെ നീക്കത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ ശ്രീ എൻ ശ്രീകുമാർ? നോക്കൂ ശ്രീ വേണു, അതായത് ഞങ്ങൾ ഭരിച്ച കാലത്ത്, അതായത് LDF ഭരിച്ച കാലത്ത് 2 ഘട്ടങ്ങളിലായിട്ട് 144 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര പേരെ പിരിച്ചുവിട്ടു എന്ന് ചോദിക്കുകയാണ്. UDF ഭരണകാലത്ത് പോലീസിൽ ക്രിമിനലുകൾ കുറവായിരുന്നു എന്നാണ് അതിൻ്റെ ഉത്തരം. ഇതുപോലെ ക്രിമിനലുകൾക്ക് വളം വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അവർ പിരിച്ചുവിടുമായിരുന്നു. AK ആന്റണി മുഖ്യമന്ത്രിയായ സമയത്ത് ഒരു KJ ജോസഫ് ആയിരുന്നു DGP. അന്ന് ആന്റണി പരിപൂർണ സ്വാതന്ത്ര്യം DGPക്ക് കൊടുത്തു. അതായത് സ്ഥലമാറ്റ കാര്യത്തിലും രാഷ്ട്രീയ ഇടപെടലും പാടില്ല എന്ന് പറഞ്ഞു. മലബാർ കലാപം, നാദാപുരം, വടകര, കൂത്തുപറമ്പ് തുടങ്ങിയ എല്ലാ കലാപങ്ങളും അടിച്ചമർത്താൻ കഴിഞ്ഞു. പിന്നീട് ഹോർമിസ് തരകൻ വന്നു, നല്ല DGP ആയിട്ട് ഭരിച്ചു. അപ്പൊ പോലീസിൽ ക്രിമിനലുകൾ ഇല്ലാതാകുമ്പോൾ പിരിച്ചുവിടൽ കുറയും. അതുകൊണ്ട് ക്രിമിനലുകൾ കൂടിയാൽ പിരിച്ചുവിടും. ഇവിടെ ക്രിമിനലുകൾ കൂടി, അതാണ് അതിന്റെ ഉത്തരം. അതിൽ ആരും സംശയമില്ല. ഇപ്പൊ ഈ 2ാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഇപ്പൊ കുന്നംകുളത്ത് തന്നെ 4 പേരായി. മൊത്തം കേരളത്തിൽ ഇപ്പൊ തന്നെ എടുത്ത എത്ര? അല്ലല്ല ശ്രീ എൻ ശ്രീകുമാർ, അങ്ങ് ദീർഘകാലം മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്, അങ്ങേക്ക് നല്ല രാഷ്ട്രീയ ഓർമ്മശക്തിയുമുള്ള ആളാണ്. ഇന്ന് നിയമസഭയിലെ ചർച്ചകളും അങ്ങ് കണ്ടിട്ടുള്ളതാകും. ആലപ്പുഴയിൽ നബിദിന റാലിക്ക് നേരെ ഉണ്ടായ വെടിവെപ്പ്,
രണ്ടുപേരുടെ ജീവൻ പൊലിഞ്ഞു വീണത്, മുത്തങ്ങയിലെ ജോഗിയുടെ വെടിവെപ്പ്, അല്ലേ? ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ശിവഗിരി സംഭവം എന്തിന് ഇവർ പഴയ കാലങ്ങൾ മുഴുവൻ എടുക്കുന്നുണ്ടായിരുന്നു. മണ്ടോടി കണ്ണൻ്റെ അടക്കമുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജലീലാണെങ്കിൽ വാര്യംകുന്നത്തിൻ്റെ കാര്യം വരെ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാലഘട്ടങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലമായാലും പിന്നീട് ഈ പറയുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ശേഷമുള്ളതായാലും കേരളത്തിൽ ഭരിക്കുന്ന ഘട്ടത്തിലായാലും അതൊക്കെ എന്തേ അങ്ങ് കാണാതെ പോകുന്നു? സിറാജുന്നിസയുടെ വധം, ഇതൊക്കെ ഉണ്ടല്ലോ. വേണു, അതായത് ഇപ്പോൾ എത്ര വർഷം ഭരിച്ചു എന്നുള്ളതല്ല, ആരാണോ ഇപ്പോൾ പോലീസിനെ ഭരിക്കുന്നത് ആ ആളോട് പോലീസിന്റെ മർദ്ദനത്തെ കുറിച്ച് പറഞ്ഞാൽ അതിന് നടപടി എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അല്ലാതെ 1947 ജവഹർലാൽ നെഹ്റുവിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് പറയുകയല്ല. കാരണം കേരളത്തിലെ എന്തുകൊണ്ടാണ് 1980 കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന പരീക്ഷണം പരാജയപ്പെട്ടത്? CPM-ന്റെ പോലീസ് സംവിധാനമായിരുന്നു. അതിനുശേഷം CPM ഓരോ ഘട്ടത്തിലെ എങ്ങനെയൊക്കെ പരാജയപ്പെട്ടു. അന്നൊക്കെ പോലീസ് നയത്തിന്റെ പ്രശ്നമുണ്ട്. ഇവരെ ഉദയകുമാർ കൊലക്കേസ് നടന്ന കാലത്ത് അന്ന് ഇവർ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരൊറ്റ പോസ്റ്റർ ഇറക്കിയുള്ളൂ, ഉദയകുമാറിന്റെ അമ്മ കരയുന്ന ചിത്രം. ആ ചിത്രം വെച്ച് വോട്ട് പിടിച്ചിട്ടാണ് 2006 അധികാരത്തിലേത് 2011 വരെ. ഇന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞ എന്താ? 2006 തൊട്ട് 11 വരെ, 11 തൊട്ട് 16 വരെ 5 വർഷമേ കേരളത്തിൽ പോലീസ് വലിയ പ്രശ്നമായിരുന്നു എന്നാണ് പറഞ്ഞത്. 16 ശേഷം ഇതുവരെ ക്ലിയർ ആണെന്ന്. ഇതൊക്കെ പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കില്ല. വേണു ഒരു കാര്യം ഞാൻ പറയാം. വേണു പറഞ്ഞു ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്തത് വലിയ മഹാകാര്യമാണെന്ന്. ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അതായത് ഒരു ഗവൺമെന്റിനെ പിന്താങ്ങുന്ന ഭരണകക്ഷി അംഗങ്ങൾക്ക് അവർക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയോ ബാധ്യതയോ ഇല്ലെങ്കിൽ എന്തും പ്രതിപക്ഷത്തിനെതിരെ വിളിച്ചു പറയാനുള്ള ഒരു അവസരമാണ്. ഞാൻ മഹാകാര്യമെന്ന് പറഞ്ഞില്ല, അതൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടിയാണ്. അല്ല, അത് രാഷ്ട്രീയ നീക്കം. ഇത് ഇവർ വന്നപ്പോ ഈ രാഷ്ട്രീയ നീക്കം കൊണ്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കാറുണ്ട്. അത് ഇന്നും ചെയ്തു. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായി ഇതിന് മറുപടി പറയേണ്ടി വരും. മുഖ്യമന്ത്രി പ്രതിരോധത്തിലാകുന്ന, നേരിട്ട് ഉത്തരവാദിയാകുന്ന ഒരു സന്ദേശം അതിലൂടെ വരും. അത് വേണ്ട. ഇന്നലെ മുന്നണി യോഗത്തിൽ 40 മിനിറ്റ്, ഇന്ന് 2 മണിക്കൂർ 40 മിനിറ്റ് നീളുന്ന ഇതിലും ചർച്ചയിലും അദ്ദേഹം ഏതാണ്ട് മുക്കാൽ മണിക്കൂറിനോട് അടുപ്പിച്ച് അതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നു. പക്ഷേ മുഴുവൻ മുന്നണിയും കൂടെയുണ്ട് എന്ന രാഷ്ട്രീയ സന്ദേശത്തോടെ. നോക്കൂ വേണു, അതാ ഞാൻ പറഞ്ഞത്, അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കുക എന്നുള്ള LDF-ന്റെ ഒരു നയമാണ്. ആ നയത്തിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള ഒരു വാഴ്ത്തുപാട്ടോടെ നടക്കണം. അത് ഓർമ്മയുണ്ടല്ലോ, മുഖ്യമന്ത്രിയെ വേണ്ടത്ര രീതിയിൽ മന്ത്രിമാർ പിന്താങ്ങില്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ട് കാര്യം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് സ്പീക്കറെ നോക്കിയിട്ട്, മിസ്റ്റർ ഷംസീറിന്റെ സ്പീക്കറെ നോക്കിയിട്ട് സ്പീക്കർ ഇത് കാണുന്നില്ലേ ഈ തോന്നിയവാസം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് അടിയന്തര പ്രമേയം അതിന്റെ ചർച്ചയൊന്നും വിഷയമല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഒരു CCTV ദൃശ്യ സഭയുടെ മുമ്പിലുണ്ട് കുന്നംകുളത്ത്. അവിടെ ആ ദൃശ്യത്തിൽ പറഞ്ഞ പോലീസുകാരെ എല്ലാവരും പറഞ്ഞു, മൊത്തം നാട് പറഞ്ഞു, ഈ CPM-ഉം അവരുടെ അനുഭാവികളും ഒഴിച്ച് എല്ലാവരും പറഞ്ഞു അത് തെറ്റായ നടപടിയാണ് പോലീസ് ചെയ്തതെന്ന്. അപ്പൊ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പം ആ സുജിത്തിന്റെ 15 കേസ് പറഞ്ഞു. രാഷ്ട്രീയ കേസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന് അന്തസ്സുണ്ടായിരുന്നു. സുജിത്തിനെതിരെ 11 രാഷ്ട്രീയ കേസുകളുണ്ട് എന്ന് പറഞ്ഞത് അന്തസ്സുണ്ടായിരുന്നു. കാരണം ഏതൊരു രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയമായി കേസുണ്ടാകുന്ന നല്ല കാര്യമായിട്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. കാരണം വെറുതെ ഇരുന്ന കേസുണ്ടാവില്ല, എവിടെയെങ്കിലും ഒളിച്ചിരുന്ന രാഷ്ട്രീയ കേസുണ്ടാവില്ല. ഒരു വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസുണ്ടായിരിക്കും. അത് ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം കൊണ്ടുവന്ന എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, കുട്ടിക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ കേസ് എന്ന് പറയുന്നത് അതാണ് മാന്യത. അതൊന്നും പറഞ്ഞില്ല, പോട്ടെ. പിന്നെ ഇവരുടെ പോലീസ് നയത്തെ കുറിച്ച് ഇവർ ആദ്യം ചിന്തിക്കണ്ടേ. ഇന്ന് MAB പറഞ്ഞ എന്താണ് ഒറ്റപ്പെട്ട സംഭവം, മറ്റുള്ളവരൊക്കെ പറഞ്ഞ എന്താണ് ഒറ്റപ്പെട്ട സംഭവം. മാവോയിസ്റ്റുകളെ ഉത്തരേന്ത്യയിൽ വെടിവെച്ചു വന്നപ്പോൾ അത് CPM പോളിറ്റ് ബ്യൂറോ പ്രമേയം പാസ്സാക്കി, മാവോയിസ്റ്റുകളെ വെടിവെച്ചു വന്ന ശരിയായില്ല, ചർച്ച ചെയ്യണമെന്ന്. കേരളത്തിൽ 8 പേരെ കൊന്നപ്പോഴോ ഈ പിണറായി ഭരണകാലത്ത്. അപ്പൊ ഇവർക്കൊരു പോലീസ് നയമൊന്നുമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ പോലീസിനെ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കാരണം പോലീസിലെ CPM ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ പോലീസിന് CPM-ന്റെ ഒരു അംശമുണ്ട്. ആ അംശമാണ് നിയന്ത്രിക്കുന്നത്. ആ അംശം എവിടെയൊക്കെയാണ്? അങ്ങനെയെങ്കിൽ 144 വരെ പുറത്താക്കുമോ ശ്രീകുമാർ? സംരക്ഷിക്കുകയല്ലേ ചെയ്യും? അതാ ഞാൻ പറഞ്ഞത്. ഇത് എങ്ങനെ പുറത്തായത്? എങ്ങനെയാ? ഓരോ അന്വേഷണം വന്നിട്ട് ഗത്യന്തരമില്ലാണ്ട് പുറത്തായതാണ്. ഇതിപ്പോ ഈ CCTV ദൃശ്യം വന്ന കുന്നംകുളത്തെ അവരെ പുറത്താക്കേണ്ടി വരും, ഇല്ലെങ്കിൽ കോടതിയിൽ ഇടപെടും. ഹൈക്കോടതിയിൽ പ്രശ്നം ഇടപെടുമ്പോ ഇവിടെ എന്ത് ചെയ്യും? ഈ CCTV ദൃശ്യം നുണയാണെന്ന് പറയാൻ പറ്റുമോ?
ഇത് തെളിവ് വരുമ്പോൾ പുറത്താക്കും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ക്രിമിനലുകൾ എന്തുകൊണ്ടാണ് പോലീസിൽ വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ, പക്ഷേ അങ്ങേക്കറിയാം രാജ്യത്ത് തന്നെ നടാടെയാണ് ഇങ്ങനെ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഈ സംവിധാനമൊക്കെ ഏർപ്പെടുത്തലാണ് എങ്കിലും ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ആദ്യമാണ്. ഔസേപ്പാണ് ശരിക്കും ഈ PG സംഭവത്തിൽ ആദ്യം ഈ ദൃശ്യങ്ങൾ സമാഹരിച്ചത് എങ്കിലും പുറത്തു വരുന്നത് ഈ സുജിത്തിന്റെ ദൃശ്യങ്ങളാണ്. അതിൻ്റെ മുൻപ് ഇപ്പം ഇവരെല്ലാം ഈ സർവീസിൽ തന്നെ നിൽക്കുകയാണല്ലോ. അതിന് മുൻപ് 144 പേർ പുറത്ത്, 729 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യം, 329 പേരെ സസ്പെൻഡ് ചെയ്ത സാഹചര്യം. അങ്ങ് പറയുന്ന CPM ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ CCTV പുറത്തു വരുന്നതിന് മുൻപുള്ള സംഭവങ്ങളിൽ ഇത്രയും ഗൗരവത്തോടെയുള്ള നടപടികൾ എടുത്തത് ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അതിനെ അങ്ങ് എങ്ങനെയാണ് വിശദീകരിക്കുക? അപ്പോൾ എന്ത് നടപടിയാണ് എടുത്തത്? 144 പേരെ പുറത്താക്കിയില്ലേ? കയ്യിൽ കിട്ടാൻ 2 വർഷം പോരാടി. സാർ, ഈ കുന്നംകുളമല്ല ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞല്ലോ 144 പേരല്ല, 244 പേര് ക്രിമിനലുകളാണെങ്കിൽ അവരെ പുറത്താക്കേണ്ടി വരും. എന്തുകൊണ്ട് ക്രിമിനൽ സ്വഭാവമുള്ള വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അവിടെയാണ് ഞാൻ മറുചോദ്യങ്ങൾ ചോദിച്ചത്. മുൻപ് UDF സർക്കാരിന്റെ കാലത്തുണ്ടായ വിവിധ സംഭവങ്ങൾ. അല്ല, ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. അതായത് LDF ഒരു കാര്യം ഞാൻ പറയാം. CPI എപ്പോഴും പറയുന്ന അഭിപ്രായമുണ്ട്. CPI എന്താ പറയുന്നത് അറിയാമോ? LDFന്റെ പോലീസ് നയമല്ല ഇവിടെ നടപ്പാകുന്നത് എന്നവർ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മൂവാറ്റുപുഴ എൽദോസ് CPI MLA അടികിട്ടി. എറണാകുളത്ത് CPI ജില്ലാ സെക്രട്ടറി ശ്രീ രാജു മരിച്ചുപോയി, അടികിട്ടി. അന്നൊക്കെ CPIയുടെ ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. 2 തരത്തിലുള്ള നിലപാടെടുത്തു, അത് വേറെ വിഷയം. പക്ഷേ ഇത് LDFന്റെ നയമല്ല, പോലീസ് നയമല്ല എന്ന് തൃശൂർ പൂരത്തിന്റെ കലക്കനെ സംബന്ധിച്ച് അപ്പോഴും പറഞ്ഞവര്. അപ്പൊ LDFന്റെ പോലീസ് നയമല്ലത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം CPMന്റെ നയമല്ലെന്ന് ഞാൻ പറയാൻ കാരണം കൂത്തുപറമ്പ് വെടിവെപ്പ് കേസ് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അന്ന് MV രാഘവനാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന് MV രാഘവന്റെ കുടുംബത്തെ ഈ CPM കൂടെ കൂട്ടുകയും MV നികേഷ് കുമാർ അവരുടെ ഏതെങ്കിലും ഒരു ഘടകത്തിലെ നയം രൂപീകരിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയായി മാറുകയും ചെയ്തില്ലേ? അപ്പൊ ഇവർക്ക് എന്ത് പോലീസ് നയമുള്ളത്? ഇവർക്ക് എന്ത് പാർട്ടി സ്നേഹമുള്ളത്? ഇന്ന് തന്നെ നിങ്ങൾ നോക്കൂ, പോലീസ് എഴുതി കൊടുത്ത റിപ്പോർട്ട് മുഖ്യമന്ത്രി വായിച്ചത് ആ ഭാഷ കേട്ട് അറിയാം, ഉള്ളതാണ് എന്തൊക്കെയുള്ള ഭാഷ കേട്ട് അറിയാതെ ആരെ എഴുതി കൊടുക്കാന്ന്. അതിൽ പറഞ്ഞത് ഒരു CPM നേതാവ്, കണ്ണൂരാൻ തോന്നുന്നു, അദ്ദേഹം പോലീസിനോട് കയർത്തുന്നാ പറഞ്ഞത്. അങ്ങനത്തെ ഒരു കേസില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കേസെന്നാ പറഞ്ഞത്. ഇവിടെ DYFIക്കാരൻ മരിച്ചു, SFIക്കാരൻ അടികിട്ടി, CPM ലോക്കൽ സെക്രട്ടറിക്ക് അടികിട്ടി, ഒരുപാട് പേർക്ക് അടികിട്ടി. ഇതൊക്കെ CPMകാരാ. ഇവരുടെ കാര്യം കൂടി പറയേണ്ട ഒരു ഉത്തരവാദിത്തം UDFന് വന്നു എന്നുള്ളതാണ് ഈ ഭരണത്തിലേക്ക് എത്തിയത്. കുടുംബത്തിലെ കണ്ണീരൊഴുക്കുന്ന അമ്മമാർക്ക് സഹോദരിമാർക്കും വേണ്ടി പറയേണ്ട ഒരു അവസ്ഥ UDFനാ വന്നത്. CPM MLA പറഞ്ഞില്ലല്ലോ അവരുടെ സഖാക്കൾ കടികിട്ടിയത്. അപ്പൊ പോലീസ് നയം എവിടെ? പോലീസ് ആരെയൊക്കെയാ തല്ലുന്നത്? കണ്ണിൽ കണ്ടവരെ എല്ലാം തല്ലുന്ന പോലീസിനെ ഒരു ആഭ്യന്തരമന്ത്രി സംരക്ഷിക്കുമ്പോൾ ദുർബലമായ ഒരു വാദമാണ് നിയമസഭയിൽ കണ്ടത്. നമ്മൾ സാധാരണ പോലെ കാണുന്ന പിണറായി വിജയനെ നിയമസഭയിൽ കണ്ടില്ല. ഒരു ദുർബലവാദം ഉന്നയിക്കുന്ന പിണറായി വിജയനാണ് കണ്ടത്. ഇന്ന് മൊത്തത്തിൽ എല്ലാവരുടെയും പെർഫോമൻസ് മോശമായിരുന്നു എന്നതാണ് സ്വതന്ത്ര ബുദ്ധി അത് നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുക. റോജി M. ജോൺ മുതൽ എല്ലാവരും മോശം പെർഫോമൻസ് ആയിരുന്നു, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമല്ല. പിണറായിയുടെ സെൽഭരണമോ എന്ന സ്പെഷ്യൽ എഡിഷൻ ചർച്ച തുടരുകയാണ്. ശ്രീ K. പ്രേംകുമാർ MLA, അങ്ങ് പറയുകയുണ്ടായി CCTVയുടെ അടിസ്ഥാനത്തിലാണോ കോൺഗ്രസ് കോടതിയിൽ പോയിട്ടുള്ളത് ഇതിന് മുൻപുള്ള അവസരങ്ങളിൽ, നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന്. യുക്തിഭദ്രമായൊരു ചോദ്യമാണ്. പക്ഷേ ഒരു മറു ചോദ്യം ചോദിച്ചോട്ടെ അങ്ങയോട്. 2012 UDF ഭരിക്കുന്ന കാലത്ത് ജയകൃഷ്ണൻ തണ്ണിത്തോടിനെ അന്ന് ആ കോന്നി CI ആയിരുന്ന മധുബാബു ആക്രമിക്കുകയുണ്ടായി അല്ലേ? വർഷങ്ങൾ എത്ര കഴിഞ്ഞു? 2016 പത്തനംതിട്ട SP റിപ്പോർട്ടുണ്ട്, ഇയാൾക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഇയാളെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന്. 8 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് എന്താ ഉണ്ടായത്? അയാൾ പിന്നീട് DYSP ആയി. ഇന്നിപ്പോൾ കുറുവാ സംഘത്തെ പിടിച്ചതിൻ്റെ ഭാഗമായി പ്രശംസാപത്രവും അദ്ദേഹം കൈപ്പറ്റിയിരിക്കുകയാണ്. ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണവും ചോദിച്ചിട്ടുണ്ട്. CCTV ഒന്നുമില്ല. അങ്ങ് പറയുന്നത് ശരിയാണ്, പക്ഷേ അത് കേട്ടത് കോൺഗ്രസ് ക്യാമ്പല്ല, നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകനായ ഒരു സഖാവാണ്. അതിനെങ്ങനെയാണ് ശ്രീ പ്രേംകുമാറിന് വിശദീകരിക്കാൻ കഴിയുക? ഞാൻ ആദ്യം അങ്ങയുടെ പറഞ്ഞ ചില പരാമർശങ്ങളുണ്ട്. അടിയന്തര പ്രമേയം അംഗീകരിച്ച് തന്നെ അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന മട്ടിലുള്ള കൃത്യമായ വെളിപ്പെടുത്തലൂടെ നടത്തി. അടിയന്തര പ്രമേയം അനുവദിച്ച് കൂടുതൽ സമയം അപഹരിക്കുകയാണ് ഭരണപക്ഷം ചെയ്തത് എന്നാണ് അങ്ങയുടെ അഭിപ്രായം. UDFന് അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് എന്തിനാ? അനുവദിക്കാനും ചർച്ച ചെയ്യാനുമല്ലേ.
ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ സമയം അപഹരിക്കുന്നു എന്ന് ശ്രീ വേണു തന്നെ പറയുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ വന്ന വിഷയമുണ്ടല്ലോ, കേരളത്തിലെ സ്റ്റുഡൻറ് പോലീസിംഗ് നടപ്പിലാക്കിയത് ആരാ? സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളത്തിൽ ഏത് ഗവൺമെൻറ്റാണ് നടപ്പിലാക്കിയത്? കേരളത്തിൽ 2011 പോലീസിലെ അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പോലീസ് ആക്ട് പാസ്സാക്കിയത് ഏത് ഗവൺമെൻറ്റാണ്? എന്തായിരുന്നു കോൺഗ്രസിൻ്റെ പൊതുവിൽ പോലീസിനോടുള്ള സമീപനം? ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തുടർച്ചയിൽ കേരളത്തിലെ പോലീസിനെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് മർദ്ദന ഉപാധികളായി അപ്പോൾ ജനങ്ങളെ അമർച്ച ചെയ്യാനും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും ഇല്ലാതാക്കാനും ജനപ്രതിനിധികളെ വരെ കായികമായി ഒതുക്കാനുമല്ലേ പോലീസിനെ ഉപയോഗിച്ചത്? അത് പറയുമ്പോൾ ശ്രീകുമാറിന് മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരം ബഹുമാന്യനായ ശ്രീകുമാർ ഇവിടെ ഇങ്ങനെ പ്രകടിപ്പിക്കുക ചർച്ചയിൽ ഉടനീളം. എന്താ അദ്ദേഹത്തിൻ്റെ താല്പര്യം? എങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്? കേരളത്തിലെ ഗവൺമെൻറ് ഈ വിഷയത്തിൽ പറയുന്നത് എന്താ? പോലീസിന് തെറ്റുപറ്റിയിട്ടില്ല, പോലീസിനെ ന്യായീകരിക്കാൻ നിന്നോ? ഒരു വിഷയം വന്നപ്പോൾ കണ്ടതിൽ വസ്തുത വെച്ച് കിട്ടിയ വിവരങ്ങളും ധാരണകളും വെച്ച് നടപടി സ്വീകരിക്കല്ലേ ചെയ്തത്. അങ്ങനെ ഒരു സമീപനം ഇതിനു മുമ്പ് ഏതെങ്കിലും കാലത്ത് UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഇലക്ട്രിക് ബാറ്റൺ വെച്ചിട്ട് ചെറുപ്പക്കാരെ യുവാക്കളെ സമരം നടത്തുന്നവരെ കൈകാര്യം ചെയ്തില്ലേ? എന്ത് സമീപനം അത്തരം ഒരു രീതി പിന്തുടർന്ന പോലീസുകാർക്കെതിരായി അന്നത്തെ ആഭ്യന്തരമന്ത്രി കേരളത്തിലെ UDF എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഞാൻ ഏതെങ്കിലും ഒരു വിഷയം മാത്രം എടുത്ത് പ്രവതീകരിക്കാനല്ല, ഇവിടെ മനുഷ്യരെ ഏതെല്ലാം നിലയിൽ വേട്ടയാടാൻ പോലീസിന് ഉപയോഗിച്ചു. ഒരു പെറ്റി കേസെങ്കിലും അവർക്കെതിരെ ആ പോലീസുകാർക്കെതിരെ എടുക്കാൻ തയ്യാറായോ? സസ്പെൻഡ് ചെയ്തോ ഒരിക്കലെങ്കിലും? ഞാൻ പറയുന്നത് കേവലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്രമിച്ചവരെ മാത്രമല്ല, MLA ആയിരുന്ന പിണറായി വിജയനെ ആക്രമിച്ചവർ തൊട്ട് കേരളത്തിൽ വിവിധ ഘട്ടങ്ങളിൽ UDF ഭരിക്കുമ്പോഴൊക്കെ രാഷ്ട്രീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ജനപ്രതിനിധികളെയും ജനനേതാക്കളെയും മർദ്ദിച്ച പോലീസുകാരെ ഒരു തവണ പോലും സസ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തു തന്നെ പറഞ്ഞാലും അസോസിയേഷൻ നോക്കിയിട്ടല്ല, ഏത് യൂണിയനാണെന്ന് നോക്കിയിട്ടല്ല. ഇത്രയും ക്രിമിനൽ വൽക്കരണം നടന്നിട്ടില്ല എന്ന് ആര് പറഞ്ഞു? ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞത് അങ്ങ് കേട്ടല്ലോ അല്ലേ? അന്ന് ഇങ്ങനെയെല്ലാം ഈ ഇലക്ട്രിക് ബാറ്റൺ എല്ലാം വെച്ചിട്ട് ഇലക്ട്രിക് ബാറ്റൺ വെച്ച് ജനനേന്ദ്രിയത്തിൽ അവരെ ആക്രമിക്കുന്നത് നല്ല ക്രിമിനൽ മൈൻഡ് ഇല്ലാത്തത് കൊണ്ടുള്ള നല്ല സമാധാന അന്തരീക്ഷമാണല്ലോ അല്ലേ? ഞാൻ ഈ സംഭവങ്ങൾ ഓരോന്നോരോന്ന് ഇവിടെ പറയുന്നില്ല. ആദിവാസിയെ വെടിവെച്ച് കൊടുക്കുന്നത് വളരെ സമാധാനപ്രിയരായ പോലീസാണോ? പോലീസ് സേനയിലെടുക്കുന്ന എല്ലാവരെയും മാർക്സിസ്റ്റുകാരാക്കാനൊന്നും ഇടതുപക്ഷം ശ്രമിച്ചിട്ടില്ല. പോലീസിൻ്റെ സ്വഭാവമുണ്ട്. അവരെ ജനമൈത്രി പോലീസിങ് ആരാ കൊണ്ടുവന്നത്? എങ്ങനെയാണ് പോലീസ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ പോലീസ് അവിടെ എങ്ങനെ ഇടപെട്ടത്? അത് പറയാൻ പാടില്ലേ? ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് കൂട്ടയോട്ടത്തിന് പോലീസ് നേതൃത്വം കൊടുക്കുക, അവിടുത്തെ ക്ലബ്ബുകളെയും റെസിഡൻഷ്യൽ അസോസിയേഷനുകളും വെച്ച്. 10 കൊല്ലം മുമ്പ് അതില്ല. ജനമൈത്രി പോലീസിങ്ങിന്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസായിട്ട് കേരളത്തിലെ പോലീസ് മാറുന്നത്. കുറ്റം അന്വേഷിക്കുന്നതിൽ, ജനങ്ങളോട് സൗഹാർദ്ദപരമായി പെരുമാറുന്നതിൽ, സ്ത്രീകളുൾപ്പെടെ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ പിങ്ക് പോലീസിംഗ് സംവിധാനം. ഞാൻ ഏതെങ്കിലും 1-2 പറഞ്ഞ് ഇതെല്ലാം പറയുമ്പോൾ പോലീസിനെ ന്യായീകരിക്കലാണെന്ന് പറയരുത്. ഇത്തരം ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. രാജ്യത്തെ ഗവൺമെന്റ് വെക്കുന്ന മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ ഗവൺമെന്റ് ജനകീയമായിട്ടുള്ള ഇടപെടൽ അതിന് പോലീസിനെ കൂടി ഉപയോഗപ്പെടുത്താണ്. ശരി, ഇതിലൊന്നും തർക്കമില്ല. തർക്കമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചർച്ചയും വേണ്ട. തർക്കമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചർച്ച വേണ്ട. ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണത് മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് മറുവശത്ത് നടക്കുന്ന ഭീകരമായ ഈ മർദ്ദനം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ്. അതേപ്പറ്റി പറയുന്നത് പർവ്വതീകരിക്കലാണ് എന്ന് പറഞ്ഞേകൂടാ. അങ്ങനെ പറഞ്ഞേകൂടാ. ഒറ്റപ്പെട്ട സംഭവമാണ് പറയും. ഇല്ലില്ല, അങ്ങനെ പറഞ്ഞേകൂടാ. രാജൻ സംഭവം ഒറ്റപ്പെട്ടതായിരുന്നു എന്ന് UDF ക്യാമ്പുകാർ പറഞ്ഞാലോ? രാജൻ സംഭവം ഒറ്റപ്പെട്ടതാണ് എന്ന് UDF ക്യാമ്പുകൾ പറഞ്ഞാലോ? പോലീസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ കോൺഗ്രസുകാരെ ആക്രമിക്കുന്ന പോലീസാണ് എന്ന് അത് സമ്മതിച്ചു തരാൻ കഴിയുന്ന ഒരു കാര്യമല്ല. വസ്തുതയല്ലല്ലോ, വസ്തുതയെ നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റും. കേരളത്തിലെ പോലീസ് ആകെ ക്രിമിനലുകളാണ്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം വരുമ്പോ
മന്ത്രിസഭയ്ക്ക് എമ്പാടുമുള്ള വിമർശനമാണ് എന്ന നിലയിൽ എടുക്കേണ്ട, സർക്കാരിനെതിരെ ഒന്നടങ്കമുള്ള വിമർശനമാണ് എന്ന രൂപത്തിൽ എടുക്കേണ്ട. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ. കുന്നംകുളം സംഭവവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുമ്പോൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾക്കെതിരെ വിമർശനം ഉണ്ടാവുക തന്നെ വേണം. അത് പോലീസിനെ ഒന്നിച്ചുള്ളതുമല്ല, ഈ സർക്കാരിനെ ഒന്നിച്ചുള്ളതുമല്ല. അത് കുന്നംകുളം പോലീസിനെ പറ്റിയുള്ളതാണ്. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ ഉത്തരവാദപ്പെട്ട മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനവുമാണ്. ഒരു കാര്യം കൂടി എന്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ശരി ശ്രീ പ്രേംകുമാർ, ഒരു കാര്യം കൂടി. ഈ പോലീസ് പറഞ്ഞത് ഞാൻ പറയാം, മുഖ്യമന്ത്രിയെ ഇതിന്റെ ഭാഗമായി പ്രതിരോധത്തിലാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ്. അത് നടക്കില്ല. ശരി എന്താണ് അതിന്റെ കാര്യം? ശരി, ഇവിടെ ശ്രീ എം ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഇവിടെ ശ്രീ എം ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ശ്രീ പ്രേംകുമാർ, അങ്ങ് കേട്ട് കാണുമല്ലോ. അതായത് പോലീസ് എഴുതി കൊടുത്തത് അങ്ങനെ തന്നെ ഉരുവിടുകയായിരുന്നു, തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ എന്ന്. അത് വെറും ഒരു ആരോപണമല്ല. ഞാൻ എൻ്റെ ഭാഗം പറയാം. ഒരു മുഖ്യമന്ത്രി ഉത്തരവാദപ്പെട്ട ഒരാളല്ലേ. ഈ കുന്നംകുളത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിൻ്റെ കാര്യത്തിൽ പിന്നീട് നടപടി ഉണ്ടാവുകയല്ലേ ചെയ്തത്? അവരെ മുഴുവൻ സസ്പെൻഡ് ചെയ്യുന്നൊരു നടപടി ഉണ്ടായത്. എന്നാൽ അങ്ങനെയല്ല. നിയമസഭ പോലും സ്ഥലത്ത് പോലും പച്ച നുണയാണ് പറയുന്നത്. ഈ സുജിത്ത് കുന്നംകുളം സ്റ്റേഷനിൽ മർദ്ദനത്തിനിരയായി എന്ന് ആരോപിച്ചുകൊണ്ട്, ഈ CCTV ദൃശ്യങ്ങൾ വന്നതിന് ശേഷം വകുപ്പ് മന്ത്രി പറയുകയാണ്, ആരോപിച്ചുകൊണ്ട് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് 2023 ഏപ്രിൽ 12 പരാതി നൽകിയിരുന്നു. അത് ശരി. അടുത്ത വാചകം കേട്ടോണം. അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SIക്ക് പുറമെ 4 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഏപ്രിൽ 22 സ്ഥലം മാറ്റുകയുണ്ടായി. അതും ശരിയാണ്, പഴയ സംഭവമാണ്. തുടർന്ന് വകുപ്പ് തല അന്വേഷണം. പോലീസ് SI അടക്കം 3 പേരുടെ വാർഷിക വേതന വർധനവ് 2 വർഷത്തേക്ക് തടഞ്ഞു. അതിനുശേഷം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുജിത്ത് ഫയൽ ചെയ്ത സ്വകാര്യ അന്യായം കോടതി ഫയലിൽ സ്വീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. അതിനെ തുടർന്ന് ഉത്തരമേഖല IG-യുടെ 2025 സെപ്റ്റംബർ 6 ഉത്തരവ് പ്രകാരം, അതിനിടയിൽ ശ്രീ പ്രേംകുമാർ 3-ാം തീയതി ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതേപ്പറ്റി എന്ന് മിണ്ടുന്നില്ല. എന്നിട്ട് എന്താ, മുൻപ് നടന്ന നടപടിയുടെ സ്വാഭാവികമായ തുടർച്ച എന്ന മട്ടിൽ അവതരിപ്പിക്കുകയാണ്. IG-യുടെ 2025 സെപ്റ്റംബർ 6 ഉത്തരവ് പ്രകാരം ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണോ മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത്? ഈ CCTV ദൃശ്യം മുഖ്യമന്ത്രി കണ്ടില്ലേ? മുഖ്യമന്ത്രി പറയേണ്ടത് എങ്ങനെയെന്ന് താങ്കൾ പറഞ്ഞാൽ ശരിയാവുമോ? താങ്കൾ ആഗ്രഹിക്കുന്ന പ്രകാരം മുഖ്യമന്ത്രി പറയണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? മുഖ്യമന്ത്രിയുടെ ബോധ്യത്തിന്റെയും ധാരണയുടെയും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലല്ലേ മുഖ്യമന്ത്രി പറയാ. താങ്കൾ ആഗ്രഹിക്കുന്ന പോലെ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞു. ഇതൊരു വ്യക്തിപരമായ ആഗ്രഹമാണോ? മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇതൊരു വ്യക്തിപരമായ ആഗ്രഹമാണോ? ആഗ്രഹിക്കുന്ന പോലെയാണോ മറുപടി പറയുന്നത്? ഇതൊരു വ്യക്തിപരമായ ആഗ്രഹമാണോ? ഞാൻ പറഞ്ഞത് വസ്തുതാപരമായ ഒരു ഭാഗം പരാമർശിക്കാതെ പോയി എന്നാണ്. ശരി, അങ്ങനെയൊക്കെ വരാം. മുഖ്യമന്ത്രി എന്ത് പറയണം? മുഖ്യമന്ത്രി എങ്ങനെ മറുപടി പറയണം? ശരി, ശ്രീ അല്ലക്കര, എന്താണ് അർത്ഥം? ശരി ശ്രീ അല്ലക്കര, മുഖ്യമന്ത്രി എങ്ങനെ മറുപടി പറയണം എന്ന് ഇവിടെ ശഠിക്കുകയാണോ ചെയ്യുന്നത്? അതോ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യത്തിൽ കേരളം കണ്ടു നടുങ്ങിയ കാതലായ ഒരു വിഷയമില്ല, അത് മനഃപൂർവ്വം CCTV ദൃശ്യം ഒളിപ്പിച്ചു വയ്ക്കാൻ പോലീസ് ശ്രമിച്ചത് നമുക്ക് മനസ്സിലാക്കാം, കുറ്റവാളികളാണ്. പക്ഷേ ആ വിഷയത്തെപ്പറ്റി മുഖ്യമന്ത്രി പറയാതിരുന്നാൽ ആ കുറ്റവാളിയെ സംരക്ഷിക്കുന്ന ആളെ എന്താണ് പറയേണ്ടത്? അല്ല, ഇതിനകത്ത് ഈ CCTV ദൃശ്യങ്ങൾ എന്ന് വെച്ചാൽ ഈ 2023 ഏപ്രിൽ 6 അർദ്ധരാത്രി മുതൽ CCTV പുറത്തു വന്ന ദിവസം വരെയുള്ള ദിവസങ്ങളിൽ പൊതുസമൂഹം ഈ CCTV കണ്ടിട്ടില്ല. പിന്നെ ഈ CCTV ആരൊക്കെയാണ് കണ്ടത്? ആ കണ്ടാൽ എന്ത് നടപടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പോലീസ് എടുക്കേണ്ടത്? ആ ചോദ്യത്തിനൊന്നും മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറഞ്ഞില്ലല്ലോ. ഈ CCTV ആദ്യമായി കണ്ടത് അന്നത്തെ SHO ആയിരുന്ന, ഇന്ന് പിന്നെ വടക്കാഞ്ചേരിയിൽ KSU നേതാക്കന്മാരെ മുഖംമൂടി പീഡനം നടത്തിയ ഷാജഹാൻ എന്ന് പറയുന്ന SHO അല്ലേ? കേരള പോലീസ് ആക്ട് അനുസരിച്ച് 57 പോലീസ് ആക്ട് അനുസരിച്ച് തന്റെ സ്റ്റേഷൻ പരിധിക്കകത്ത് ഒരു കുറ്റകൃത്യം കണ്ടാൽ സ്വമേധയാ കേസെടുക്കേണ്ട ഉത്തരവാദിത്വം ആ SHO-നില്ലേ? എന്തുകൊണ്ടാണ് ഈ പോലീസ് സ്റ്റേഷനകത്ത്, ഒരു സർക്കാർ ഓഫീസിനകത്ത് ഒരു ചെറുപ്പക്കാരനെ 4-5 ആളുകൾ ചേർന്ന് സംഘം ചേർന്ന് മർദ്ദിച്ചതും പിന്നെ വടികൊണ്ടടിച്ചതുമൊക്കെ നേരിട്ട് കണ്ട, അല്ലെങ്കിൽ ആ CCTV കണ്ട ഷാജഹാൻ എന്തുകൊണ്ട് ക്രിമിനൽ കേസ് എടുത്തില്ല? അതിനപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ള DYSP അല്ലെങ്കിൽ ACP-യുടെ ഓഫീസിൽ ഉണ്ടായിരുന്ന ACP സിനോജ് എന്ന് പറയുന്ന ACP ഈ ദൃശ്യങ്ങൾ പൂർണ്ണമായി കണ്ടതല്ലേ? എന്തുകൊണ്ട് അദ്ദേഹത്തിന് പോലീസ് ആക്ട് അനുസരിച്ച് ഇതൊക്കെ നാം ചോദിച്ചാണ്. കാതലായ ചോദ്യം മുഖ്യമന്ത്രി എന്തുകൊണ്ട് ആ ഭാഗം പറയുന്നില്ല എന്നതാണ്. അത് ഞാൻ പറഞ്ഞത്, പോലീസിന് ഒളിക്കാനുണ്ടാകും. പക്ഷേ പോലീസിനെ നേർവഴിക്ക് നടത്തി കഴിഞ്ഞ 9 കൊല്ലം എന്ന് അവകാശപ്പെടുന്നയാൾ ആ കാര്യത്തിൽ എന്തിനാണ് മൗനം ഭജിക്കുന്നത്? അത് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി എങ്ങനെ പറയണമെന്ന് നാം ശഠിക്കുന്നു എന്ന മറുപടിയാണോ വേണ്ടത്? ശ്രീ അനിലക്കര. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ആ വിഷയം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി ഉൾപ്പെടെ
എന്ന് വെച്ചാൽ അന്ന് ഉണ്ടായിരുന്ന ക്രമസമാധാന നിലയുടെ ചുമതല വഹിച്ചിരുന്ന ADGP MR അജിത് കുമാർ, അന്ന് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകൻ, ആ അങ്കിത് അശോകന് ഏറ്റവും ഇഷ്ടമുള്ള ഓഫീസറായിരുന്ന ACP സിനോജ്, ആ സിനോജിന് താല്പര്യമുള്ള ഷാജഹാൻ എന്ന് പറയുന്നത് ഒരു കോക്കസിന്റെ ഭാഗമാണ്. അങ്കിത് അശോകൻ ഈ റിപ്പോർട്ട്, ഈ CCTV ദൃശ്യങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഇതിനകത്തൊരു ടൂളായി ഉപയോഗിച്ച അങ്കിത് അശോകനെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? MR അജിത് കുമാർ എന്തിനു വേണ്ടിയാണ് നിന്നത്? BJPക്ക് ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടി പൂരം ഇതൊക്കെ നാം ചർച്ച ചെയ്താണ്. പക്ഷേ ഇപ്പോൾ വിഷയം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് ആ ഭാഗം പറഞ്ഞില്ല, CCTV ഭാഗം പറഞ്ഞില്ല എന്നത് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന മഹാകുറ്റവാളി എന്ന രൂപത്തിലേക്ക് പോകുന്നതിന് തുല്യമാണത്. എനിക്ക് സമയം കഴിയുകയാണ്. അവസാനമായി ശ്രീ NP ചെക്കുട്ടി, ഇവിടെ മറ്റൊരു കാര്യം കൂടി ഇന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ട്. എല്ലാം ഈ ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ പോലീസ് എഴുതി കൊടുത്തു വരികയെന്ന് അങ്ങനെ തന്നെ എടുത്ത് വായിക്കുകയാണ്. കുണ്ടറ 2024 ഒക്ടോബർ 10 തോംസൺ തങ്കച്ചൻ ഒരു സൈനികനാണ്. ഭാര്യയും കുടുംബത്തെയും ദേഹോപദ്രവം ഏൽപ്പിച്ച സംഭവത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ ക്രൈം 1553/24 കേസ് അന്വേഷണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലാണ്. 2 മാസത്തിനു ശേഷം തോംസൺ തങ്കച്ചനെ താമസ സ്ഥലത്ത് മരണപ്പെട്ട നിലയിൽ കാണുകയുണ്ടായി. അമിത മദ്യപാനവും പാൻക്രിയാസിലും പിത്താശയത്തിലുമുള്ള രോഗത്തിന്റെ കാഠിന്യത്തിലുമാണ് മരണപ്പെട്ടതെന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി വെളിപ്പെട്ടിട്ടുണ്ട്. ഒരമ്മ പറയുകയാണ് ഈ സംഭവത്തെപ്പറ്റി. ഭീകരനെ പോലെ കൈ രണ്ടും വിലങ്ങിട്ട് കാലിലും വിലങ്ങിട്ട് മേൽപോട്ട് കെട്ടിയിട്ടിട്ടാണ് എൻ്റെ മോൻ്റെ കാലിലെ പാദത്തിൽ അംബരീഷ് ലാത്തി വെച്ചടിച്ചത്. ഒരുപാട് അടി മേടിച്ചു. തോക്കിൻ്റെ പാത്തി വെച്ചാണ് എൻ്റെ മോൻ്റെ ഈ പുറകുവശത്തായിട്ട് 2 ഭാഗത്ത് ഇടിച്ചിട്ട്, നീ ഇനി പട്ടാളത്തിൻ്റെ ബെൽറ്റ് കെട്ടത്തില്ലടാ എന്നും പറഞ്ഞിട്ടായിരുന്നു ഇടിച്ചത്. മെഴുകുതിരി കത്തിച്ച് കാലിൻ്റെ വെള്ളയ്ക്ക് വെച്ച് പൊള്ളിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇലക്ട്രിക് വയർ കറണ്ടിൽ കുത്തിയിട്ട് കാലിൻ്റെ വെള്ളയ്ക്ക് വെച്ച് പൊള്ളിച്ചു. CI അനിൽകുമാർ ഒരമ്മ പറയുകയാണ്. ഇവിടെ ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് പിത്താശയത്തിലുള്ള രോഗം, പാൻക്രിയാസിലുള്ള രോഗം, അമിത മദ്യപാനം. ശ്രീ NP ചെക്കുട്ടി, അല്ല, ഇത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം ഒരു പോലീസിൻ്റെ തലപ്പത്തുള്ള ഒരു പോലീസുകാരുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിക്ക് പോലീസ് സേനയെ അതിനെ നിലയ്ക്ക് നിർത്താനുള്ള അധാർമികമായ ഉത്തരവാദിത്വമുണ്ട്. ആ കാര്യത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അത് അവർക്ക് അറിയുകയും ചെയ്യാം. തങ്ങൾക്ക് പരാജയപ്പെട്ടു. 2 വർഷമായിട്ട് അവർ ഈ സംഗതികൾ കാണാതിരുന്നിട്ടില്ലല്ലോ. ഈ CCTV ദൃശ്യങ്ങളായാലും ശരി, ഈ സംഭവങ്ങളായാലും ശരി, ഇത് ഓരോന്നും അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരിക്കുന്ന മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനെ മറച്ചു വയ്ക്കാനാണ്, അതിനെ സപ്രസ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. തൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ താൻ പരാജയപ്പെട്ടു എന്നുള്ള ബോധ്യമാണ് ഈ പോലീസിൻ്റെ ന്യായങ്ങൾ വിളിച്ചു പറയാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുന്നത്. അത് ശരിയല്ല എന്ന് അദ്ദേഹത്തിനും അറിയാം, അത് കേൾക്കുന്ന നാട്ടുകാർക്കും അറിയാം. ശരി, തെറ്റായ കാര്യങ്ങൾ ചെയ്ത പോലീസുകാരെ പുറത്താക്കിയെന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് പറയാതെ ഇരുന്നത്. പലതും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പറഞ്ഞത്. പിത്താശയവും ഈ പറയുന്ന പാൻക്രിയാസും ഒക്കെ പരിശോധിക്കുന്ന മറുപടികളാണ് മുഖ്യമന്ത്രി നൽകുന്നത് എങ്കിൽ ആ മുഖ്യമന്ത്രി എങ്ങനെ പുറത്താക്കണം എന്നത് സംബന്ധിച്ച ഉത്തരം ജനങ്ങൾ നൽകും. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സ്പെഷ്യൽ എഡിഷനിൽ ഒരിടവേള കൂടി.